ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ജ്യോതിസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി മാറ്റാണേ. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം, എണ്ണ ഒഴിക്കാം. അതിന് ചൂടായിട്ട് കുറച്ച് ഉലുവ, മുഴുവൻ ഉലുവയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, പൊടിക്കാത്തത്. പിന്നെ അതിലേക്ക് വച്ചിരിക്കുന്ന കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി നമുക്ക് 1-2 മിനിറ്റ് ആ എണ്ണയിൽ അതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. ശേഷം നമ്മൾ ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയാണ്. ഞാൻ കുറേ അധികം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചുള്ളിക്ക് പകരം സവാള എടുക്കാം. ഓക്കെ, നമുക്കങ്ങനെ കൊച്ചുള്ളിയും കൂടി ഇട്ട് നമുക്ക് 1-2 മിനിറ്റ് വീണ്ടും വഴറ്റിയെടുക്കണം. പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മീൻ ഒരു വലിയ മീനാണ്. എനിക്ക് ആക്ച്വലി ആ മീനിൻ്റെ പേരറിയത്തില്ല. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിൻ്റെ സ്ഥാനത്ത് ചേർക്കാവേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഓക്കെ, നമുക്കിനി ഉള്ളിയും കൂടി ഇട്ട് നമുക്ക് 1-2 മിനിറ്റും കൂടി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് നമുക്ക് തക്കാളി ഉടഞ്ഞു കിട്ടുന്ന രീതി വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ട് നമുക്ക് 1 മിനിറ്റെങ്കിലും ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. ഞാൻ 1 സ്പൂണ് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം. ഓക്കെ, ഒരു മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്നും കൂടി നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു മുളക് പൊടിയുടെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്ക് മൂപ്പിച്ചിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുടംപുളിയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് മുന്നേ ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ കുടംപുളി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. കുടംപുളിയും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കണം. എടുത്തു വെച്ചിരിക്കുന്ന മീൻ അനുസരിച്ച് വേണം നിങ്ങൾ ഗ്രേവിക്ക് വെള്ളം ചേർക്കാനായിട്ട്. ഞാൻ അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ടുണ്ടേ. ഓക്കെ, അങ്ങനെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവുന്നത് വരെ നന്നായിട്ട് അടുപ്പത്ത് വയ്ക്കണം. അപ്പം നിങ്ങൾ ഇടയ്ക്ക് ഉപ്പും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ റെഡിയാവും. ഇത് പെട്ടെന്ന് വേവുന്ന മീനാണ്. നമ്മുടെ റെസിപ്പി ഇത്രയോളം ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അടുത്ത വീഡിയോയിൽ ടാറ്റാ.